നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്താണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാനാണ് വന്നത്. ഡോക്ടർ CPK ഗുരുക്കൾ. അദ്ദേഹം KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് കോൺഗ്രസിൻ്റെ കുറ്റിപ്പുറം മണ്ഡലത്തിലെ നേതൃത്വത്തിൽ വന്ന് കോൺഗ്രസ് എസിൻ്റെ നേതാവായി, പിന്നീട് NCP ആയി. കോൺഗ്രസ് എസ് പിന്നീട് NCP ലയിച്ച് NCP ആയി തീർന്നപ്പോൾ NCPയുടെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ്, ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോഴും ആ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖനായ നേതാവാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ മണ്ഡലത്തിൽ ലീഗ് നേതാവ് അബ്ദുസമദ് സമദാനിക്കെതിരെ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ, സാധാരണഗതിയിൽ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർക്കൊന്നുമില്ലാത്ത സവിശേഷമായ ചില സൗഹൃദങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിലൊന്ന് വളരെ പ്രധാനമായി ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. നമസ്കാരം സർ. നമസ്കാരം. നേർക്ക് നേരെ ചോദിച്ചാൽ ചേകനൂർ മൗലവിയെക്കുറിച്ചുള്ള അങ്ങയുടെ ബന്ധത്തെക്കുറിച്ച്, അങ്ങയുടെ സൗഹൃദത്തെക്കുറിച്ച് അറിയാനാണ് എനിക്കേറെ താല്പര്യമുള്ളത്. അതെന്നാണ് സർ തുടങ്ങിയത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1971 മുതൽ അന്നെനിക്ക് കുറ്റിപ്പുറത്ത് ചക്കമ്പള്ളി ആയുർവേദ ഫാർമസി എന്ന പേരിൽ ഒരു വൈദ്യസ്ഥാപനം ഉണ്ടായിരുന്നു. മൗലവി ഒട്ടുമിക്ക ദിവസങ്ങളിലും പുറത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ കുറ്റിപ്പുറത്ത് വന്നാൽ എൻ്റെ അടുത്ത് വരും. വന്ന് ഞങ്ങൾ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടും. പക്ഷേ വളരെ അടുപ്പമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആശയ അനുകൂലി ആയിട്ടില്ല. മതചിന്തകളും ആശയങ്ങളുമായി യാതൊരു ബന്ധവും അങ്ങേക്ക് അന്നുമില്ല, ഇന്നുമില്ല. പക്ഷേ പിന്നെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, എൻ്റെ അനുഭവത്തിൽപ്പെട്ടിടത്തോളം നല്ലൊരു മനുഷ്യൻ, പൊട്ടുപോലത്തെ ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതാണ് അദ്ദേഹത്തിലേക്ക് എന്നെ ആകർഷിച്ച ഒരു മുഖ്യ ഘടകം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ മിക്കതും വായിച്ചിട്ടുണ്ട്. വായിച്ച് അഭിപ്രായം പറയാൻ പറയും. ചില കാര്യങ്ങളിലൊക്കെ എൻ്റെ വിയോജിപ്പ് ഞാൻ ശക്തമായി രേഖപ്പെടുത്തും. അദ്ദേഹത്തോട് തന്നെ പറയും. യോജിപ്പുള്ള വിഷയങ്ങളും പറയും. അങ്ങനെ ഒരു രമ്യതയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്തികളിൽ മിക്കതും നഷ്ടപ്പെട്ടത് അദ്ദേഹം ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മതപ്രചാരണത്തിന്, മതപരിഷ്കരണ പ്രചാരണം എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും. ചേകനൂരിനെതിരായി വലിയ പ്രകോപനം അദ്ദേഹം പോയിടത്തൊക്കെ പ്രശ്നങ്ങളും ബഹളവും കല്ലേറും അങ്ങനെ ഉണ്ടായിത്തീരാൻ മാത്രമുള്ള പ്രകോപനം. അദ്ദേഹം മാത്രമല്ല, എല്ലാ വിഭാഗത്തിൻ്റെയും കൂടെ നിന്ന ഒരാളാണല്ലോ. സുന്നി പണ്ഡിതനായിട്ട് പള്ളി ദർസിൽ മുദരിസായിട്ടുണ്ട് അല്ലേ. ശാന്തപുരത്ത് ജമാഅത്തിന്റെ കോളേജിൽ അധ്യാപകനായിരുന്നു. എടവണ്ണയിലെ ജാമിയ നദിവിയയിലെ മുജാഹിദ് കോളേജിൽ അധ്യാപകനായിരുന്നു. അവിടെ നിന്നൊക്കെ ഇറങ്ങി പോന്നിട്ട് സ്വന്തം വഴിക്ക് സഞ്ചരിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തോട് വലിയ പ്രകോപനവും വലിയ ബഹളവും ശത്രുതയും അദ്ദേഹത്തിന് ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തോട്? അദ്ദേഹം ഈ തൻ്റെ വാദഗതികൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പരിഹസിക്കാനും മിടുക്കനായിരുന്നു. ആ പരിഹാസ രീതിയാണ് പലരെയും പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റത്തിന്റെയും കമ്മ്യൂണിക്കേഷന്റെയും രീതി കൂടി ഈ പ്രകോപനം വിളിച്ചു വരുത്തുന്നതിൽ ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേകനൂർ മൗലവി കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ 32 കൊല്ലമായി അല്ലേ? 93 2005 32 കൊല്ലമായി. ഇതാ ഈ ജൂലൈ 29 മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാലം. ഇപ്പോഴും നമ്മൾ ഒരാള് ഒരു കൊലപാതക കേസ്, ഇത് കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. ഒരു ഏജൻസിയും ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല കൊല്ലപ്പെട്ടത്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക്, അല്ലെങ്കിൽ മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ, അദ്ദേഹത്തിന്റെ അന്ത്യത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, ഏറ്റവും അടുത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കിയ സത്യസന്ധനായ ഒരു സുഹൃത്ത് എന്ന നിലയിൽ എന്താണെന്ന് അങ്ങേക്ക് തോന്നുന്നത്? അത് എനിക്ക് തോന്നുന്നത് പിന്നെ വളരെ പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഒരു വാദപ്രതിവാദത്തിൻ്റെ അന്തരീക്ഷം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി. പക്ഷേ
അതോടൊപ്പം തന്നെ ഒരു വലിയ മാസിൻ്റെ മുമ്പിലായിരിക്കണം ആ വാദപ്രതിവാദം എന്നതിൽ അദ്ദേഹം ഉറച്ചു നിന്നതുകൊണ്ട് മറുപക്ഷം അതിന് തയ്യാറായില്ല. സുന്നി വിഭാഗത്തിലെ തന്നെയായിരുന്നു ആ സംവാദം വാഗ്ദാനം വന്നത്. അതെ അതെ. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത് വെച്ചാൽ ഇദ്ദേഹം പറയാൻ തുടങ്ങി, അവർ വാലി ചുരുട്ടി ഓടി, സംവാദത്തിന് തയ്യാറായില്ല. ആ സംവാദത്തിന്റെ രീതിയെ കുറിച്ചേ തർക്കം ഉണ്ടായിട്ടുള്ളൂ അല്ലേ? എവിടെ വെച്ച് നടത്തണം, ഏതാനും പേരുടെ മുമ്പിൽ വെച്ച് മതി എന്ന് സുന്നി പക്ഷം പറഞ്ഞു. പോരാ, ഒരു വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വേണമെന്ന് ചേകന്നൂർ. അതായിരുന്നു തർക്കം. പക്ഷെ അത് ഞാൻ ജയിച്ചു അല്ലെങ്കിൽ അത് അവർ തോറ്റോടി എന്ന രീതിയിൽ ചേകന്നൂർ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് മറ്റുള്ളവരിൽ പ്രകോപനം സൃഷ്ടിക്കാനൊരു കാരണമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രകോപനം തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ അക്കാലത്തെ സുന്നി പക്ഷത്തെ നയിച്ചിരുന്ന പണ്ഡിതന്മാരിൽ മാത്രം ആവണമെന്നില്ല, അവരുടെ അനുയായികളിലാവാം. ഉസ്താദിനെ കുറിച്ചും അല്ലെ നേതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ അവർ തോറ്റോടി എന്ന് പറയുമ്പോൾ അനുയായികൾ സഹിക്കുക, അവരായിരിക്കണം പ്രകോപിതരായത് ആയിരിക്കാം. പിന്നെ മറ്റൊന്നുള്ളത് എന്താ വെച്ചാൽ, പിന്നെ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളൊന്നും ഇദ്ദേഹത്തിന് അനുകൂലമല്ലായിരുന്നു. കോൺഗ്രസ് ആയാലും ഒന്നും. നിങ്ങൾക്ക് ഇതിന്റെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ. പക്ഷെ ഒരു ആക്ഷേപമുണ്ടല്ലോ സർ, ഇപ്പോ ഇദ്ദേഹം അപ്രത്യക്ഷനായി കൊല്ലപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് ശേഷവും അതിനു മുമ്പും ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയവരെന്ന് സംശയിക്കുന്നവര് പലപ്പോഴും കോൺഗ്രസിന്റെ അനുഭാവികളായിട്ട് പറയപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ എനിക്ക് അഭിപ്രായം തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് എല്ലാവരും ഉണ്ടാവാനാണ് സാധ്യത. എല്ലാ വിഭാഗവും മതം മാത്രമേ ഉള്ളൂ അതിനകത്ത്, രാഷ്ട്രീയമില്ല. ഇല്ല. ഇപ്പം പിന്നെ ഒരേ സമയത്ത് തന്നെ പിന്നെ മുസ്ലിം വിഭാഗത്തിലെ സുന്നികൾ, മുജാഹിദുകൾ, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ എല്ലാവരും അദ്ദേഹത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടും അതിന് പുറമെ അദ്ദേഹത്തെ പറ്റി പറയപ്പെടുന്നത് എന്താ വെച്ചാല് അദ്ദേഹത്തിന് ഈ അറബി ഗ്രാമർ, വ്യാകരണം അതിന്റെ എക്സ്പേർട്ട് മാസ്റ്ററായിരുന്നു. അതാണ് ഇങ്ങനെ വെല്ലുവിളികളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോലെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, അജ്ഞാതരായ ആരെങ്കിലും ആര് വിളിച്ചാലും സംവാദത്തിന് അല്ലെങ്കിൽ മതപ്രസംഗത്തിന് എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതല്ല, ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന് കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ക്ലാസ് എടുക്കാനൊക്കെ പോകാനൊക്കെ വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് സാമ്പത്തികമായ പണം ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നവർ പോലും മനസ്സിലാക്കാത്തൊരു വസ്തുത എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ മരുമക്കൾ സൗദി അറേബ്യയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൗദി അറേബ്യയിൽ ആരോ അവിടുത്തെ പോലീസിൽ പരാതി കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ അനിസ്ലാമികമാണ്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് മരുമകനും ഇവരൊക്കെ കൈവശം വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റെയ്ഡിംഗ് ഒക്കെ നടക്കുകയുണ്ടായി. ഈ കുട്ടികളെ ജോലി ചെയ്യുന്നിടത്ത് എന്നിട്ട് പുസ്തകങ്ങളൊക്കെ കണ്ടുകിട്ടി സൗദി കോടതി ആ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ആ ട്രാൻസ്ലേഷനിൽ കോടതി പറഞ്ഞ ഇതിനകത്ത് ഇസ്ലാമിക വിരുദ്ധമായൊന്നും കാണാനില്ലല്ലോ. സൗദിയിലെ ശരീഅത്ത് കോടതി പോലും അത് തെളിയിച്ചിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക വിരുദ്ധമായിട്ടൊന്നും അതിനകത്തില്ല. ശരി, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സാറിനെ പോലെ അദ്ദേഹത്തിന്റെ ഏതാണ്ട് നാടിനോട് അടുത്ത് ജീവിച്ച ഒരാള് പിൽക്കാലത്ത് ചേകന്നൂരിന്റെ കുറ്റവാളികളെ, ചേകന്നൂരിന്റെ കൊലപാതകികളെ കണ്ടെത്തണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ഒക്കെ തലപ്പത്തുണ്ടായിരുന്ന അല്ല ആ കൂട്ടത്തിൽ അല്ലേ? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ തിരോധാനത്തിൽ എന്തായാലും ഒരു മനുഷ്യൻ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തിരോധാനം അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും അപായപ്പെടുത്തിയെങ്കിൽ അത് സഹിക്കാനാവാത്ത വേദനയും അനുഭവിച്ച ഒരാളാണ്, നോവ് അനുഭവിച്ച ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക? 93 ജൂലൈ മാസം 29 വൈകുന്നേരം, ജൂലൈ 29 എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, അന്നിങ്ങനെ ഒരു ക്ലാസ് എടുക്കാനാന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ജീപ്പിൽ വന്നിട്ട് വിളിച്ചു പോകേണ്ടി വന്നത്
അവരെന്തെങ്കിലും കാര്യമായി സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടാവോ? ഉണ്ടാവുമെന്നാണ് ഞങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾ അറിയാമായിരുന്നു അല്ലേ? ഓക്കെ. കൊണ്ടുപോയിട്ട് പിന്നെന്താണ് അങ്ങ് ഊഹിക്കുന്നത് ഞങ്ങൾ ഊഹിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഞങ്ങളൊക്കെ ഇത് വായിച്ചും കേട്ടു അറിയും. അങ്ങ് കണ്ടറിഞ്ഞ ഒരാളാണ്. പിന്നെന്താ വെച്ചാൽ പിന്നെയൊക്കെ പറഞ്ഞു കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുവന്ന കുന്നല് കൊണ്ടുപോയി കൊണ്ടുപോയി. അതിലിടക്ക് അരൂരിനാ സ്ഥലത്തിന് പറയും. അവിടെ പോയി ഇവരുടെ അന്വേഷണവും കുഴിക്കലും ഒക്കെ നടന്നതാണല്ലോ. അങ്ങനെ പിന്നെ പറയണ കേട്ടു ഇങ്ങനെ വടക്കാഞ്ചേരി ഒരു പൊതു ശ്മശാനമുണ്ട്. അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ക്രൈംബ്രാഞ്ചാണോ അന്വേഷിക്കണേ? ക്രൈംബ്രാഞ്ചാണെന്നല്ലോ. ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അതായത് കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് കോലാഹലം വന്നപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു. അപ്പോഴും CBIക്ക് വിട്ടില്ല. പിന്നെ CBIക്ക് വിടാൻ നിർബന്ധിച്ചത് ഈ മൊയ്തു മൗലവി ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ട്. അവാമത്താത്തെ എന്തോ ബന്ധമുണ്ട് അവർ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ മൊയ്തു മൗലവിയുടെ ആവശ്യത്തിന് മുമ്പിലാണ് കരുണാകരൻ അത് CBIക്ക് വിട്ടു. ഓക്കെ. എന്തായാലും ഈ ചുവന്ന കുന്നിൽ നിന്ന് ഈ വടക്കാഞ്ചേരി എന്ന പേര് ഇതുവരെ ഇപ്പൊ സാറ് പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ചേകനൂർ കേസിൽ ചേകനൂരിന്റെ ബോഡി ഇപ്പോൾ ചുവന്ന കുന്ന് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ബോഡി പിന്നീട് കേട്ട സ്റ്റോറി ഇതാണ്. ഈ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയത് ഒരു ടീമാണ്. വഴിയിൽ വെച്ചിട്ട് ആ വാഹനം മറ്റൊരു വാഹനത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിക്കയറ്റിയിട്ടുണ്ട്. ഈ ടീം തമ്മിൽ പരിചയമില്ല. പിന്നെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ അപായപ്പെടുത്തിയത് ഒരു ടീമാണ്. ചുവന്ന കുന്നിൽ മറവ് ചെയ്ത ഒരു ടീമാണ്. അവിടെ നിന്ന് മറ്റൊരു സംഘം ഇദ്ദേഹത്തിന്റെ ബോഡി എടുത്തിട്ട് മറ്റെവിടെയോ കൊണ്ടുപോയി. ആ സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് ഊഹങ്ങൾ നിലവിലുണ്ട്. എന്നോട് പലരും പലതരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ സാറാണ് ആദ്യമായിട്ട് ഈ വടക്കാഞ്ചേരിയിലെ പൊതു ശ്മശാനത്തിൽ ആണ് പിന്നീട് അന്തിമമായി ചേകനൂരിന്റെ മൃതദേഹം മറവ് ചെയ്തത് എന്ന് പറയുന്നത്. അത് ആ വിവരം എവിടുന്നാണ് സാറിന് ആദ്യമായിട്ട് കിട്ടുന്നത്? നിങ്ങൾ ഈ സംഘത്തിന് ആക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമായ ഒരു ഭാരവാഹിയായിരുന്നു ചേകനൂരിന്റെ അമ്മാവൻ സലീം ഹാജി പറഞ്ഞു ഇങ്ങനെ വടക്കാഞ്ചേരി TBയിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അവിടെ 2 അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ പിന്നെ വിയങ്ങോക്കാട് കുരുണിയൻ സെയ്ദ്, ഞാൻ, സലീം ഹാജി, ഞങ്ങൾ 4 ആളും കൂടിയാണ് പോയത്. വടക്കാഞ്ചേരി പോയി. പൊതുശ്മശാനത്തിൽ. അതെ. ഈ പരിശോധന നടക്കുന്ന സമയത്ത് ആരൊക്കെയായിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തൃശ്ശൂർ RDO ഉണ്ടായിരുന്നു. അവരൊരു വനിതയായിരുന്നു. പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു പേരോർമ്മയില്ല. പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഇവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കോ ലീഗൽ അഡ്വൈസർ ഡോക്ടർ ഉമാദത്തൻ പ്രധാന ക്യാരക്ടറാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഇതൊക്കെ മാന്തിയത്. അപ്പൊ 2 ബോഡിമേ തർക്കം വന്നു. അത് ഇതാണോ അതാണോ ആ 2 ബോഡി ഏതാണെന്നുള്ള തർക്കം വന്നു. അപ്പൊ അവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരാളും മൊയ്തു എന്ന് പറഞ്ഞിട്ടൊരാളുമാണ് ഇത് സംസ്കരിക്കാറുള്ളത്. അതായത് ഈ ശ്മശാനത്തിലെ സംസ്കരണ തൊഴിലാളികളാണ്, ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, ജോലിക്കാരാണ് അല്ലേ? മൊയ്തുവും ചന്ദ്രനും. അവര് രണ്ടാളും 2 സ്ഥലം കാണിച്ചു. ഇവിടെയാണെന്നോ അവിടെയാണെന്നോ അവര് തമ്മിൽ തർക്കമായി. RDO പറഞ്ഞ് രണ്ടും. അപ്പൊ ആദ്യത്തെ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഉമാദത്തൻ പറഞ്ഞ ഇതൊരു 85 വയസ്സിലധികം പ്രായമുള്ള ഒരു ആക്സിഡന്റ് കേസാണ് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടും ഇതിന് ചേർന്നതല്ല, ചേർന്നതല്ല. അപ്പൊ മറ്റേ ബോഡി മറ്റേത് തുറക്കാൻ തീരുമാനിച്ചു. അത് തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സലീം ഹാജി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞു. വളരെ വികാരത്തോടുകൂടി അമ്മാവൻ ഓടി വന്ന് ഇത് തന്നെയാണ് ചേകനൂരിന്റെ ബോഡി എന്ന് സാക്ഷ്യപ്പെടുത്തിയത് നിങ്ങളുടെ മുമ്പിലാണ്. ഈ ഡോക്ടർ CPK ഗുരുക്കളുടെയും കുരുണിയൻ സെയ്ദ് സാഹിബിന്റെയും വിയൻകുളക്കാടിന്റെയും മുമ്പിൽ വന്ന് ബോധ്യപ്പെടുത്തി പറഞ്ഞു. സലീം ഹാജി ബോധ്യപ്പെടുത്തി അവിടെ അത് തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയും ചെയ്ത് ചെന്നങ്ങനെ നോക്കിയപ്പോ മുടിയുടെ ബോഡി കണ്ടു ചെന്നു. എന്ത് തോന്നിയപ്പോ? ഒരുപാട് അളിഞ്ഞു പോയിട്ടുണ്ടോ? ആയിരിക്കണല്ലോ. എന്നാലും ചേകനൂരാണെന്ന് തോന്നാൻ അടയാളം എന്തെങ്കിലും? ഈ മുടിയുടെ കറവ് ഇങ്ങനെ കണ്ടപ്പോ ഒരു സംശയമാണ്. ചേകനൂരാകാൻ സാധ്യതയുണ്ട്. കാരണം സ്ഥിരമായി ചേകനൂരെ കണ്ടിരുന്ന ഒരാളാണ് അല്ലേ? എന്നിട്ട് പിന്നെന്താണ് സാർ സംഭവിച്ചത്?
ഈ വടക്കാഞ്ചേരി എപ്പിസോഡ് അല്ലെങ്കിൽ വടക്കാഞ്ചേരിയും ചേകനൂരുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ കുറ്റാന്വേഷണ കഥകളിൽ നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള ഫയലുകളിലൊക്കെ അത് മാഞ്ഞുപോയത് അവിടെ നിന്ന് മുതൽ എന്താ സംഭവിച്ചത്? തീർച്ചയായിട്ടും ഇതിന്റെ ഈ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ ഫോറൻസിക് ലാബിൽ പോയിട്ടുണ്ടാവുമല്ലോ. പോയി. പിന്നെന്താ സംഭവിച്ചത്? ഫോറൻസിക് ലാബിൽ എന്ത് സംഭവിച്ചു? ഫോറൻസിക് ലാബിൽ പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി. തീപിടുത്തം. ഓ, ലാബിൽ ചില്ലറ കഥയല്ല അല്ലേ? അതിനകത്ത് പിന്നെ അഭയയുടെ കേസും അതിന്റെ ഈ തൊണ്ടിയും ഇതും ഒരേ സമയത്ത് നശിച്ചു എന്നാണ് കേട്ടത്. എന്ന് പറഞ്ഞാല് ആ ലാബിൽ രണ്ടു തരം താല്പര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അഭയയുടെ കുറ്റവാളികളും ചേകനൂരിന്റെ കുറ്റവാളികളും ആ ലാബിൽ അന്ന് തീപിടുത്തം ഉണ്ടാക്കിയതിൽ പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട്. അതോടുകൂടി ഇത് മൂടിപ്പോയി എന്ന് പറയാം അല്ലേ? പിന്നെ ഇതിന്റെ പിന്നെ ഇപ്പൊ CBI ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും ആരും അതിന്റെ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണ പ്രക്രിയയിൽ കടന്നിട്ടില്ല. അതെന്താ സംഭവിച്ചിട്ടുണ്ടാവുക? കേരളത്തിൽ നിന്ന് പോയല്ലോ. ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇപ്പോ കേരള പോലീസ് പോരാ, ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ച് പോരാ, CBIക്ക് കൊടുത്തു. CBIക്ക് പോകുമ്പോൾ ആദ്യം കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും വാജ്പേയി വന്നപ്പോഴും ഈ കേസ് പരിഗണനയിൽ വന്നല്ലോ. എന്താ അവർക്ക് പറ്റിയിട്ടുണ്ടാവുക? BJP മാത്രമല്ല, സാറിന്റെ കൂടെ ആക്ഷൻ കമ്മിറ്റിയിൽ പ്രാദേശിക BJP ഉണ്ടായിരുന്നല്ലോ, BJPക്കാർ സജീവമായിട്ട്. ആക്ഷൻ കമ്മിറ്റിയിൽ അവരങ്ങനെ ഉണ്ടായിട്ടില്ല. അവർ സെപ്പറേറ്റ് ആയിട്ട് സമരം നടത്തിയിരുന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ പിന്നെ മറ്റ് മുഖ്യധാര രാഷ്ട്രീയക്കാർ പിന്നെ അതിനോട് സഹകരിച്ചിട്ടില്ല. മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല ആക്ഷൻ കമ്മിറ്റി. നിങ്ങൾ കുറച്ച് പേര് വ്യക്തികളായിട്ട്, നിങ്ങളും പാർട്ടി എന്നുള്ള നിലക്കല്ല ചെന്നത്. അല്ലല്ല, സുഹൃത്തുക്കൾ, വ്യക്തികൾ. അതെന്ത് പറ്റിക്കാണാവോ ഇങ്ങനെ ഒരു? ചേകനൂരിന്റെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. ഡോക്ടർ CM കുട്ടി പൊന്നാനി, പിന്നെ ഇതേമാതിരി സലീം ഹാജി, പിന്നെ മാറഞ്ചേരിയിലുള്ള ഒരു മുഹമ്മദ് ഉണ്ണി മൗലവി മാറഞ്ചേരിയില്, പിന്നെ കോട്ടക്കൽ ഒരു അബ്ദുൽ അസീസ് മൗലവി. അതൊക്കെ ചേകനൂർ മൗലവിയുടെ ഈ അനുയായികളും ചേകനൂർ മൗലവി നടത്തുന്ന ജമാ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന അവരെയാണ്. അതിനകത്ത് വേറൊരു വിഷയമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ചേകനൂർ മൗലവി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുണ്ടല്ലോ, ആ ആശയങ്ങളിലും അദ്ദേഹം ഉറച്ചു നിന്നിട്ടില്ല. അങ്ങനെ ഒരു വിമർശനം തന്നെയാണ്. എന്താ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഹദീസുകൾ കള്ളമാണ്, ഹദീസുകൾ ആവശ്യമില്ല. പ്രവാചകന്റെ മരണത്തിന് ശേഷം 100-200 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹദീസുകൾ. ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ഈ വാദങ്ങളെ സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടിട്ടില്ല. ചേകനൂർ പോലും. അത് ചേകനൂരിന് നേരെയുള്ള നല്ല വിമർശനമാണല്ലോ സാർ. എന്താണ് സാറിന്റെ അനുഭവം? അതിൽ ബോധ്യം എന്താണ്? ബോധ്യത്തെ അദ്ദേഹം സീരിയസ് ആയിട്ട് എടുക്കാത്ത, അദ്ദേഹത്തിന് ഇതൊരു തമാശ. മറ്റുള്ളവരെ എന്താ പറയുക, സാധാരണഗതിയിൽ ഒന്ന് പ്രകോപിപ്പിക്കുക, ഒരു ഹോബിയാണത്. അതെ, ഗൗരവമായിട്ടല്ല. ഏതാണ് അദ്ദേഹം സ്വയം വിശ്വസിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ? അങ്ങനെ എടുത്തു പറയാൻ കഴിയില്ല. എല്ലാം ഏറെക്കുറെ ക്യാരക്ടർ അങ്ങനെയാണ്. പറയുക, പ്രകോപിപ്പിക്കുക, വാദിച്ച് ജയിക്കുക. നിസ്കാരം 5 വഖത്തില്ല, 3 ഉള്ളൂ. ആ 3 കർശനമായി പാലിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. നിസ്കരിക്കുന്നുണ്ടായിരുന്നില്ല, 3 നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, 3 പോലും ഇല്ലേ? അത് അങ്ങയുടെ അനുഭവമാണ്. ഏറെക്കുറെ അങ്ങനെ ആണല്ലേ? ശരി. അപ്പൊ 3 വേണം, 3 മതി എന്ന് പറയുകയും എന്നാൽ അതുപോലും അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു എന്താ വെച്ചാൽ ആശയ ദൃഢത പോരായിരുന്നു. ഇപ്പോ 70-നോടടുത്ത് അല്ലേ? 75 വയസ്സ് കഴിഞ്ഞു. 75 വയസ്സ് കഴിഞ്ഞ വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയവാദിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ചേകനൂരിനെ കാണാതായിട്ട് 32 കൊല്ലം കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ചേകനൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മലയാളി ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ചില വിവരങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ജനാധിപത്യവാദികൾക്ക് വേണ്ടിയും മനുഷ്യസ്നേഹികൾക്ക് വേണ്ടിയും വെളിപ്പെടുത്തിയത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു.